അനുഗ്രഹീതരെ, ഈ നിയമത്തിലെ ലേഖനങ്ങളെ പറ്റിയുള്ള ഒരു പൊതു പഠനവും അതിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളുമൊക്കെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. DOCയുടെ ഈ കോഴ്സ് എല്ലാവരും അത് POC ചെയ്തവരായതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കുവാനും എല്ലാവർക്കും ചെയ്യാനും ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും ഓരോ യൂണിറ്റ് തീരത്തക്കവണ്ണമുള്ള അങ്ങനെയുള്ള ക്രമീകരണമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് ഒന്ന് ആരായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്? ഞാൻ ഷെയർ ചെയ്യാം. അലക്സ് ഒന്ന് ഇത് ചെയ്യും. Yes, please. ഷെയർ ചെയ്തു. ഫോർത്ത് യൂണിറ്റിലോട്ട് പോകണം. യൂണിറ്റ് 4. പഠിക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്. നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് അതിനകത്ത് റൈസ് ചെയ്ത് വരുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് പെട്ടെന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ചർച്ച് ആൻഡ് സെക്യുലർ ഗവൺമെന്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ബേസ് ആയിട്ട് അഡ്വൈസ്ഡ് ബൈ ജീസസ്, വ്യൂസ് ഓഫ് പീറ്റർ ആൻഡ് പോൾ, ടാസ്ക് ടുഡേ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. എൻ്റെ ഈ സ്ക്രീനും കൂടെ ഒന്ന് ശരിയായിക്കോട്ടെ. സോറി അബൌട്ട്. പറ്റുന്നുണ്ടല്ലോ അല്ലേ? തിരിച്ചാണ് ഷെയർ ചെയ്യുന്നത്. ആരാ ഷെയർ ചെയ്യുന്നത്? ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ. എനിക്ക് ബുക്ക് കണ്ടോണ്ടിരിക്കുവായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഞാൻ ഷെയർ ചെയ്തു, വീണ്ടും ഷെയർ ചെയ്യുവാണ്. I can see it. Okay. Sorry. Stop sharing. Okay. Let me know. ഒന്നാമത്തെ ലെസണില് സഭയും രാഷ്ട്രഭരണകൂടവും, അതായത് സഭ എങ്ങനെയായിരിക്കണം, സാധാരണ സെക്കുലർ ഗവൺമെന്റിനെ ഏത് രീതിയിലായിരിക്കണം നമ്മുടെ അപ്രോച്ച് അതിനോടുള്ളത് എന്നുള്ളതാണ്. അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ജീസസ് ടീച്ചിങ് അബൌട്ട് ദ സെക്കുലർ ഗവൺമെന്റ്, അഗെയിൻ the perspective of Saint Paul and Saint Peter, and what we have to do as a Christian today. ഇത്രയും 3 കാര്യങ്ങളാണ്. അതിൽ യേശു എന്തൊക്കെയാണ് സെക്കുലർ ഗവൺമെന്റിനോടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറയുന്നത്. സുവിശേഷങ്ങളിൽ കൂടി നമുക്ക് യേശു ക്രിസ്തുവിന്റെ പഠിപ്പീരുകൾ മനസ്സിലാക്കാം. ടീച്ചിങ്സ് ഓഫ് ജീസസ് ഓൺ ദിസ് ടോപ്പിക് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ ദ ഗോസ്പൽസ്. There is no evidence of his having spoken anything against the civilian government. On the other hand, he has been advocating that our obligations and responsibility towards the civil administration system should be honored. അതാണ് ഒരു പൊതു ആറ്റിറ്റ്യൂഡ്. എപ്പോഴും ഇത് തന്നെയാണ് ഇതിന്റെ നട്ഷെൽ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ നട്ഷെൽ. അതാ യേശുക്രിസ്തുവിന്റെ ഉപദേശം തന്നെ. നമ്മളതിനെ ബഹുമാനിക്കണം, സാധാരണ സെക്കുലർ ഗവൺമെന്റിനെ നമ്മൾ ആദരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൗലോസിന്റെയും
പത്രോസിന്റെ ലേഖനങ്ങളിൽ നിന്ന് ഹൗ വി ക്യാൻ ഓണർ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അതല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ഒബ്ലിഗേഷൻസ് എന്താണ് എന്നുള്ളത് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ പഠനം. അതിന് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്നത് യേശുക്രിസ്തു പഠിപ്പിച്ച. ജീസസ് ടോൾഡ് ദം ദാറ്റ് വാട്ട് എവർ വാസ് സീസേഴ്സ് ഷുഡ് ബി സീസേഴ്സ് ആൻഡ് വാട്ട് എവർ വാസ് ഗോഡ് ഷുഡ് ബി ഗോഡ്സ്. ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് അതിന്റെ കുറച്ച് വിശദീകരണങ്ങളോടാണ് നൽകുന്നത്. പിന്നെ വ്യൂസ് ഓഫ് പീറ്റർ ആൻഡ് പോൾ, എന്തൊക്കെയാണ് പത്രോസിന്റെയും പൗലോസിന്റെയും ഈ സെക്കുലർ ഗവൺമെന്റിനുള്ള ആറ്റിറ്റ്യൂഡ്. ദ റെലവന്റ് ബിബ്ലിക്കൽ പോർഷൻസ് ത്രോയിങ് light to the subject of our discussion are Romans 13:1-7, 1 Timothy 2:1-4, Titus 3:1, 1 Peter 2:13 and 15. These verses pinpoint the similarities in the views between Peter and Paul on the topic. There used to be scholars who opinion that one would have relied on the other in this matter. അതതിന്റെ പ്രധാനപ്പെട്ട കാര്യം. യേശുക്രിസ്തുവും പത്രോസും പൗലോസും എല്ലാം ഈ സാധാരണ സെക്കുലർ ഗവൺമെന്റിനോട് വളരെ ആദരപൂർവ്വം പ്രവർത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനകത്തൊരു മെയിൻ പോയിന്റ് ഓർക്കേണ്ടത് പൗലോസിന്റെ വീക്ഷണത്തില് നമ്മൾ അവർക്ക് വിധേയപ്പെട്ടിരിക്കണം എന്നുള്ളതാ. വി ഷുഡ് ഹാവ് ഒബേ ദ റൂൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ മെസ്സായ ആസ് എ കിങ് എന്നുള്ളതാണ് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അത് ഞാൻ സൂചിപ്പിക്കുക, നിങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാ മുഴങ്കാലും യേശു കർത്താവെന്ന്, എല്ലാ മുഴങ്കാലും അവന് മുമ്പിൽ മടങ്ങി യേശു ക്രിസ്തു എല്ലാ നാവു കൊണ്ടും യേശു ക്രിസ്തു കർത്താവ് നേറ്റു പറയും. ഇത് പത്രോസും പൗലോസും അടിവരയിട്ട് പറയുന്ന യോഹന്നാന്റെ വെളിപാട് പുസ്തകത്തിലും അത് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ബേസിക്കലി ഈ താൽക്കാലികമായിരിക്കുന്ന ഈ ലോകത്തിലെ ഗവൺമെന്റിനോട് നമുക്ക് ആദരവും വിധേയത്വവും ഒക്കെ ഉണ്ടായിരിക്കണം. പക്ഷെ ആത്യന്തികമായി യേശുക്രിസ്തുവിന്റെ ഭരണം ഇവിടെ നിലവിൽ വരും. അവൻ രാജാവായിട്ട് നമ്മളെ വാഴും. അതുകൊണ്ട് അപ്പോസ്തലൻ ശ്ലീഹ പറയുന്നത് അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലത്രേ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്ര ആശയങ്ങളൊന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതോടൊപ്പം നമ്മൾ ഈ വിധേയപ്പെടുന്നതിന് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. സഭ ഇന്ന് ചെയ്യുന്നതായ കാര്യങ്ങളില് 3-ാമത്തെ തുബ്ദൻ നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ എല്ലാ ഭരണകർത്താക്കളെയും ദൈവമേ ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് നന്മകളും കൃപകളും ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥന പല വേരിയേഷൻസിൽ നമ്മൾ കാണുന്നുണ്ട്. അത് അത്രയും ബേസിക്കലി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ എല്ലാം ഓണർ ചെയ്യണം, നമ്മുടെ ഒബ്ലിഗേഷൻസ് എല്ലാം നമ്മൾ കൊടുക്കണം, ടാക്സ് അടയ്ക്കണം, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. നിങ്ങൾ ഇനി അത് വായിക്കുമ്പോൾ അതിന്റെ റെഫറൻസുകളെല്ലാം ഉണ്ട്, വിശദമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആശയം പൊതുവെ ഞാൻ പറഞ്ഞു തരുന്നു എന്നുള്ളത്. ടാസ്ക് ടുഡേ, we do possess a dual citizenship, one of our nation and the other of kingdom of heaven. We shall carry out our responsibility looking into both of these. Only God has power over everything and his lordship prevails always. The governing missionaries of the earth are to carry out their responsibilities in submission to God and according to God's commands. അപ്പൊ ഭരണകർത്താക്കളും ഗവൺമെന്റും ഒക്കെ ദൈവത്തെ അനുസരിക്കണമെന്നുള്ളതാണ്. പൗലോസ് അത് ശക്തമായിട്ട് പറയുന്ന ആശയമാണ്. All these rulers, all this government, the whole creation should be submissive in front of God. ഇതാണ് പൗലോസിന്റെ ആശയം. അത് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ പാഠം വായിച്ച് സമ്മറി എഴുതാനായിട്ട്. It becomes necessary to oppose a government when it moves against the basic rights and goals of its subjects. Such governments then would be acting on orders from Satan. Many countries of Latin America and many autocratic systems in African nations are of the category. This is precisely the reason why the churches raise their voice against them. നിങ്ങൾക്കറിയാമല്ലോ, അത് മനസ്സിലായല്ലോ. ഇവിടെ അനീതി കണ്ടാല് നമ്മൾ അതിനെ എതിർക്കുക. ഏത് ഗവൺമെന്റ് ആണെങ്കിലും തെറ്റും മനുഷ്യന്റെ അവകാശ ദംശനം നടത്തുന്ന സമയത്ത് അതിനെ എതിർക്കണം. എല്ലാ കാലഘട്ടത്തിലും അത് ചെയ്തിട്ടുണ്ട്. നമുക്കും അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് പൗലോസിനെയും
പത്രോസിനെയും വെളിപാട് പുസ്തകമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഈ 1-ാം പാഠത്തിൽ നമ്മൾ കാണും. ചാപ്റ്റർ 2 ക്രിസ്ത്യൻ ചർച്ച് ആൻഡ് അതർ റിലീജിയൻസ് മറ്റൊരു ടോപ്പിക് എടുത്തേക്കുവാണ് ഇവിടെ. ഈ ന്യൂ ടെസ്റ്റ്മെന്റിലുള്ള ഡിഫറെന്റ് ടോപ്പിക്സ് കൈകാര്യം ചെയ്തേക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി പറയുന്നത് കേട്ടോ. ഒന്നാമത്തേത് സെക്യുലർ ഗവൺമെന്റിനോടുള്ള ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. സെക്കൻഡ് വൺ ഈസ് ക്രിസ്ത്യൻ ചർച്ച് ആൻഡ് അതർ റിലീജിയൻസ്, മറ്റു മതങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇൻ ദ ഗോസ്പൽസ് അതെപ്പോഴും യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലും ശിഷ്യന്മാരുടെ പഠിപ്പിക്കലും ഈ ടോണിലാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. In Gospels, that means the teaching of Jesus Christ. In Matthew 10:5 and 6, we read Jesus sending his disciples with the instruction, do not go to any Gentile territory or any Samaritan towns. Instead, you are to go to the lost sheep of the people of Israel. We see here that Jesus has ignored Gentiles and Samaritans, not allowing any contact with them. However, this is not a final instruction. At that stage of their discipleship, they have not been spiritually equipped to go to outsiders. ഇത് നമുക്കറിയാവുന്ന കാര്യം. എന്തുകൊണ്ട് അവരോട് പറഞ്ഞ് ആദ്യം അവരുടെ കാണാതെ പോയ ആടുകളെ ദൈവത്തിന്റെ പദ്ധതിയും അതാണ്. തന്നെയല്ല ഇവർക്കൊരു ഓറിയന്റേഷൻ പീരീഡ് അത്. അപ്പൊ അവരുടെ ആൾക്കാരോട് പോയി സുവിശേഷം പറയാനൊക്കെ എളുപ്പമുണ്ട്. മറ്റ് ജാതികളുടെ അരികിലേക്ക് പോകുന്നതിന് മുമ്പ് they have to spiritually equip themselves by Holy Spirit. അതിനുവേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. That means they have to outreach എന്നുള്ളത് തന്നെയാണ്. This is the reason why they are asked to confine their services within Israelites alone. It is pertinent to note here that after his death and resurrection, the disciples were asked to go to all categories of people and take them to their fold. Matthew 28:29, Great Commissioning. On other occasion, Jesus has told them, but when the Holy Spirit comes upon you, you will be filled with power, and you will be witness for me in Jerusalem, in all Judea and Samaria, and to the ends of the earth. അതാ ലോകത്തിന്റെ അറ്റം വരെയും നിങ്ങൾ എന്റെ സാക്ഷികളാകും. When he said he was the light of the world, it was revealed that his mission was for the whole world. അപ്പൊ അതുകൊണ്ട് മറ്റ് മതങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്ന് പറയുന്നത് അവരെ ബഹുമാനിക്കണം, എന്നാൽ അവരുടെ അടുത്ത് പോയി യേശുക്രിസ്തു മെശിഹായാണെന്ന് പറയണം. അത് അതിന് 2 ഉദാഹരണങ്ങൾ പറയുന്നത്. ഒന്ന്, ദ എക്സാമ്പിൾ ഓഫ് സോൾട്ട് ആൻഡ് ലൈറ്റ്. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. യു ആർ ദ സോൾട്ട് ഓഫ് ദി വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. രണ്ടും പറഞ്ഞു. ഉപ്പ് ലോകത്തിൽ അലിഞ്ഞു ചേർന്നതിനെ രുചിപ്പെടുത്തും. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളിലൂടെ എല്ലാ മതവിഭാഗങ്ങളിലേക്കും അലിഞ്ഞു ചേർന്നതിനെ രുചിപ്പെടുത്തണം എന്നുള്ളൊരു ഈ 1-2 ക്ലാസ്സുകൾക്ക് മുമ്പ് എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നതായിരുന്നു ഇങ്ങനെ. അപ്പോ നമ്മളെ ജീവിക്കുന്ന സാക്ഷികളായിട്ട് മാറണമെന്നായിരുന്നു ഞാൻ ലീവ് ഗോസ്പൽ എന്നായിരുന്നു ഞാൻ അതിന് ആൻസർ കൊടുത്തത്. സെയിം തിങ് ഇവിടെ നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് വിശദമായിട്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരിലേക്ക് യേശുക്രിസ്തുവിനെ നമ്മൾ കാണിച്ചു കൊടുക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ വാഴ്ത്താനായിട്ട് ഇടയാകണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നതായ ആശയം. അതുകൊണ്ട് എസ്പെഷ്യലി ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കൾച്ചർ, അവിടെ സോ മെനി റിലീജിയൻസ്, മറ്റേ നമ്മൾ ഏഷ്യയിൽ തന്നെയാണ്. നമ്മുടെ ഈ ഏൻഷ്യൻ റിലീജിയൻ എല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. അതിന്റെ എല്ലാ ഒറിജിൻ എന്ന് പറയുന്നത് ഏഷ്യയിലാണ് കേട്ടോ. അത് ഏഷ്യ കോണ്ടിനെന്റിലാണ് ഈ ഓൾഡസ്റ്റ് ഏൻഷ്യന്റ് റിലീജിയൻ എല്ലാം തന്നെ ഉത്ഭവിക്കുന്നത്. അത് ഏത് വേണേലും നിങ്ങൾ എടുത്ത് നോക്കിക്കോ. അത് ജൈനിസം, ബുദ്ധിസം, പിന്നീട് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും, ഇതിനേക്കാളെല്ലാം ഉപരിയുള്ള ജൂഷ് റിലീജിയൻ, ഹിന്ദുയിസം, ബാക്കിയെല്ലാം ഏതെടുത്താലും അങ്ങനെ സൗരാഷ്ട്രീയനിസം, അഗെയിൻ ഷിൻഡോ, കൺഫ്യൂഷനിസം, ഇത് സകലതും ഏഷ്യൻ ഒറിജിനാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് കൂടുതൽ അതുകൊണ്ട് പൗലോസ് അരയോപക കുന്നിന്മേൽ ചെന്നിട്ട് പറയുന്ന കാര്യം അത് തന്നെയാണ്. നിങ്ങൾ അജ്ഞാത ദേവന്, ഒരു സ്യൂഡോ ഗോഡ് എന്നുള്ള ഒരു കല്ല് കണ്ടിട്ട് പറയുന്നത് ദിസ് ഈസ് ജീസസ് ക്രൈസ്റ്റ്, ഇതാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് അവരോട് സുവിശേഷം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കുകയും എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഒക്കെ
ഞാൻ നാളെ പറഞ്ഞ പോലെ നമുക്ക് ഒരു പാംഫ്ലെറ്റ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, ബിഫോർ ദാറ്റ് വി ഹാവ് ടു ലീവ് ഗോസ്പൽ. അതിനുശേഷം നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. അതുകൊണ്ട് അത് ആ ഒരർത്ഥത്തിലാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. വ്യൂസ് ഓഫ് പോൾ നമ്മൾ പിന്നെ കാണുന്നു. പോൾ, who was brought up in Jewish religion, believed in one God. When Christ was revealed to him, he saw the full nature of divine content living in Christ. കൊലോസ്യൻസ് 2:9 പറയുന്നത്, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ മാത്രമാണ് ദൈവം എന്നുള്ളത് വളരെ ശക്തമായി പൗലോസ് പഠിപ്പിച്ചിരുന്നതാണ്. അത് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും സാധിച്ചു. സോ റെസ്പെക്ട് അതർ റിലീജിയൻ ആൻഡ് we have to live gospel. We have to witness Jesus Christ in front of others. ഇതാണ് ഈ പാഠത്തിന്റെ ഒരു പൊതു സംക്ഷിപ്തം. Our approach എന്തൊക്കെയായിരിക്കണം? We have to live our daily life in association with others in our business field and official scenarios. We have to have relations with many, including those from other religions. Therefore, we have to maintain a high moral status which should be attractive to them and influencing them. In this way, you will win respect of those who are not believers, and you will not have to depend on anyone for what you need. 1 Thessalonians 4:12 പറയുന്ന കാര്യമാണ്. Second one, we should never reconcile on moral life for our traditional faith, but we shall be cooperative with others in social relations and maintain a positive mind. Third one, in our normal life, ensure that no opportunity is lost to be a good witness. Be wise in the way you act towards those who are not believers, making good use of every opportunity you have. Colossians 4:5. Any chance, fourth one is, any chance you have to say about Christian faith to others should not be wasted. After saying to deal with others with wisdom and propriety, Paul advises your speech should always be pleasant and interesting, and you should know how to give the right answer to everyone. Colossians 4:6. What Peter has said about this is also similar. Be ready at all times to answer anyone who asks you to explain the hope you have in you, but do it with gentleness and kindness. സാവധാനതയോടും സൗമ്യതയോടും കൂടി ഉത്തരം പറയണമെന്നാണ് ഇതിനകത്ത് കൊലോസ്യരിലും ഹോസ്പിറ്റലിലും ഒക്കെ പറയുന്നത്. Fifth one, Paul further exhorts everyone to be friendly and peaceful. Do everything possible on your part to live in peace with everybody. Romans 12:18. We cannot force others to be peaceful. We can control us and remain calm and cool so that confrontations can be avoided and peace can be sustained. ഇതാണ് എൻ്റെ ഒരു സംക്ഷിപ്തം. തേർഡ് ചാപ്റ്ററിൽ ചർച്ച് ആൻഡ് ഡിസിപ്ലിൻ, ശിക്ഷണം എന്നുള്ള വാക്ക്, ഡിസിപ്ലിൻ ആൻഡ് മീനിങ് ദെയർ ഓഫ് what Christ has advised in the book of Acts, directives from Paul, in other epistles, conclusion. അതാണ് ചർച്ച് ആൻഡ് ഡിസിപ്ലിൻ. എന്താണ് ശിക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ആ വാക്കെടുത്തിട്ട് അത് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പരാമർശിക്കുന്നത്. The Christian church is defined as the body of Christ and fellowship with the Holy Spirit. Presence of Spirit brings freedom. If so, what is the relevance for discipline or punishment within the church? ഡിസിപ്ലിനും പണിഷ്മെന്റും, ശിക്ഷയും ശിക്ഷണവും, ഈ രണ്ട് കാര്യങ്ങളെ പറ്റി ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. However, it has to be remembered that church, apart from being the body of Christ, is also an organization managed by men. When such an organization is continuing in the material world, discipline and punishments are relevant. It is essential for the subsistence of the church. ഇത് കൃത്യമായിട്ട് പറയുന്ന ഇതാണ് ഇതിന്റെ നക്ഷൽ. നമുക്കൊരു ഓർഗനൈസേഷണൽ ഫോം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോമും നമുക്കുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഹെഡ്, വി ആർ ദ ബോഡി ഓർ ഓർഗൻസ് ഓഫ് ഹിസ് ബോഡി. അപ്പം അത് ആ ഡിസിപ്ലിനിൽ നിന്നേ പറ്റുള്ളൂ. യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. There are two dimensions for the term discipline. They are one, self-discipline. This is something
one has to achieve personally. External pressures or influence from others may not be helpful. One can experience this with union with Christ and the consequent new life. Paul presents self-control as a fruit of Holy Spirit. But the Spirit produces love, joy, peace, patience, kindness, goodness, faithfulness, humility and self-control. Galatians 5:22 നമ്മൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ തന്നെ, നമ്മുടെ ആത്മശരീര മനസ്സുകളെ ഡിസിപ്ലിൻ, ശിക്ഷണത്തിന് നമ്മൾ ഒരുക്കണം എന്നുള്ളത് പറയാം. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അത് വേണം. The second thing is social dimension ആണ്. This has to be understood in the social background. If one does something wrong, it has its impacts not on him alone. നിങ്ങൾ ഫസ്റ്റ് കൊരിന്ത്യൻസ് 12:26 ഒന്ന് വായിക്കാം ആരെങ്കിലും. 1 കൊരിന്ത്യർ 12:26. സോഷ്യൽ ഡയമെൻഷൻ മനസ്സിലാകാൻ പെട്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഒരു വാക്ക് വായിപ്പിക്കുക, ഒരു വാക്യം. If one part suffers, every part suffers with it. If one part is honored, every part rejoices with it. മതി. അപ്പൊ കർത്താവിന്റെ തലയാകുന്ന ശരീരത്തെ പറ്റി പറയാം, സഭയെ പറ്റി പറയാ. ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു. ഇതാണ് സോഷ്യൽ ഡിമെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ക്ലിയറാ കേട്ടോ. അപ്പൊ ഇത് വെച്ചോണ്ട് നിങ്ങൾ വായിച്ചാൽ മതി, നിങ്ങൾക്ക് ബാക്കിയെല്ലാം പെട്ടെന്ന് മനസ്സിലാകുന്നതേ ഉള്ളൂ. അതിനകത്ത് ഈ വാക്യം പരാമർശിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്റെ പെട്ടെന്ന് മനസ്സിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അതായത് ഇപ്പം PC ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെ ഒരു പുരോഹിതൻ, അദ്ദേഹം ചെയ്യുന്നതായ കാര്യങ്ങൾ ഒരു അവയവത്തിന് ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം. എനിക്കൊരു കഷ്ടതയും പ്രയാസവും ഉണ്ടാകുമ്പോൾ അത് സഭയുടെ മുഴുവൻ, നമ്മുടെ എല്ലാവരുടെയും ആയിട്ട് മാറുകയാണ്. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാല് എനിക്കൊരു മാനം ഉണ്ടായാൽ സഭയ്ക്കൊരു മാനം ഉണ്ടായതായിട്ട് കാണും. ഇപ്പൊ നമ്മൾ ഉയർത്തി കാണിക്കുന്നത് മാനം ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപമാനം ഏൽക്കാനായിട്ട് നമുക്ക് ആർക്കും നമ്മൾ മൂലം മറ്റൊരാളോ സഭയോ അവമാനപ്പെടരുത് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് താനും, അങ്ങനെ തന്നെ വേണം. കാരണം ഒരാളുടെ പാപം സഭയുടെ മുഴുവൻ, എന്റെ പാപം സഭയുടെ മുഴുവൻ പാപമായിട്ട് മാറും എന്നുള്ള സോഷ്യൽ ഡൈമെൻഷൻ അത് വളരെ ശക്തമായിട്ട് ചിന്തിക്കേണ്ടതായ ഒരു ആവശ്യമാണ്. എന്റെ പാപം സഭയുടെ പാപമായിട്ട് മാറും. അതാ ആഖാൻ പാപം ചെയ്തപ്പം കർത്താവ് അതല്ലേ പറഞ്ഞത്, ഇസ്രയേലെ നിന്റെ നടുവിൽ ഒരു പാവം ഉണ്ടെന്നാ പറഞ്ഞു. ആഖാനെ നിനക്കൊരു പാവം ഉണ്ടെന്നല്ലല്ലോ, ഇസ്രയേലെ നിന്റെ നടുവിലൊരു ശാപമുണ്ടെന്നാ പറഞ്ഞു. അപ്പൊ ആഖാൻ ഒരുത്തൻ ചെയ്തതിന് ആ ഇസ്രയേലിനെ മുഴുവൻ കർത്താവ് മുൾമുനയിൽ നിർത്തി. അപ്പൊ നമ്മളത് എപ്പോഴും ഓർത്തിരുന്നോണം ഇത്. അപ്പൊ നമ്മുടെ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഈ 2 ഡയമെൻഷനിലും ഉള്ളതാണ്. അതുണ്ടാകണം, അതുണ്ടാകുക തന്നെ വേണമെന്നുള്ളത്. പബ്ലിക്കലി തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ അഡ്വൈസ് ഓഫ് ക്രൈസ്റ്റ് പറഞ്ഞിട്ട് യേശുക്രിസ്തു എന്താ പറഞ്ഞേക്കുന്നത്, അതിന് ഉദാഹരണം പെട്ടെന്ന് താഴോട്ട് പറയാം. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരുതൻ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീ അവനുള്ളപ്പം മാത്രം അവനെ ബോധ്യപ്പെടുത്തുക. അവൻ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ 1-2 സാക്ഷികളുടെ മുമ്പാകെ അവനെ കൊണ്ടുവരിക. അവരെ അംഗീകരിക്കുന്നെങ്കിൽ സഭയെ കൊണ്ടുവരിക. സഭയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് ചുങ്കക്കാരനും പുറജാതിയും പോലെ ഇരിക്കട്ടെ എന്നാ പറഞ്ഞേക്കുന്നത്. ഇത് തന്നെ കാര്യം, സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് അതാ. പക്ഷേ അത് തന്നെയാണ് താഴോട്ട്, ഈ ആശയമാണ് താഴോട്ട് പറയുന്നത്. അത് വ്യക്തിപരമായിട്ട് ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് മദറിന്റെ കൂടെ ഒരുത്തൻ ജീവിക്കുക. ഇപ്പം അത് ഭയങ്കര അന്യായമാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ശക്തമായിട്ട് അങ്ങനെയുള്ള ക്യാൻസറസിനെ എല്ലാം അത് വളരെ ശക്തമായിട്ട് തന്നെ പൗലോസ്ലീഹ എതിർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ആശയം. അതിന്റെ ഡയറക്റ്റീവ്സ് ഫ്രം ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അത് തന്നെ അതിന്റെ ഉദാഹരണങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതർ എപ്പിസോഡ്സിലും പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. കൺക്ലൂഷൻ ഒന്ന് വായിച്ചേക്കാം. There must be a sort of guidelines or bylaws for believers to follow the doctrines, but absence of such a document would make it difficult to ensure proper discipline. Possibly such a document would have been formulated through exhortations. എഴുതപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ വചനം ആണ്. നമ്മുടെ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം തന്നെ ദൈവവചനമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ചെയ്യണമെന്നുള്ള ആശയോടെ പറയുന്നത്. The early church faced the situation tough to impose proper discipline. It was not easy to have just evaluations of issues. Independent decision making was not comfortable.
the set of stand could not be taken by the leadership of the church on various issues. നിങ്ങൾ ഈ പൗലോസ്ലീഹ ഇതൊക്കെ എഴുതി തലേ തുണിയിടണം, പിന്നെ ഇങ്ങനെ ശക്തമായിട്ട് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പൗലോസ്ലീഹ എഴുതുമ്പോഴേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പം കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പം കത്തോലിക്ക ബാവായോ അല്ലെ ഇടവന്ത്രാപുരത്തായ ഒരു കൽപ്പന നമുക്ക് തരിക, നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും? ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അപ്പോ ആദ്യ സമയത്ത് അവരനുഷ്ഠിച്ചു വന്നിരുന്ന ചില കാര്യങ്ങളോട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പൗലോസ്ലീഹ അത് പറഞ്ഞ് അവരെ ഡിസിപ്ലിൻ ചെയ്തു എന്നുള്ളതാണ്. എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നത് എന്താ? ബാലശിക്ഷ നൽകും എൻ അപ്പനെങ്കിലും ചേലെഴും തൻ സ്നേഹം കുറഞ്ഞു പോയിട. 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പിതാവ് മക്കളെ തല്ലുന്നു, താൻ സ്നേഹിക്കുന്ന മക്കളെ തല്ലുന്നു, അല്ലേ? അവനെ ഏത് മകനെയും ശിക്ഷിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പം ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ആ പിതാവിന്റെ ആ വാക്കെന്താ അവിടെ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച് എബ്രായ ലേഖനം 12-ാം അധ്യായത്തില് പെട്ടെന്നൊന്ന് വായിക്കാവോ കിട്ടുന്നവരെ? 12-ന്റെ എത്ര? ഇത്രയൊന്നും നോക്കിയോ കൊച്ചമ്മേ? ഞാന് ഇംഗ്ലീഷ് ബൈബിൾ ആയിരിക്കുന്നത്. ആണോ? മലയാളം ബൈബിൾ എന്റെ മുമ്പിൽ ഇല്ല. മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാല് ഏത് എബ്രായർ മീനിങ് എന്നിട്ട് പറഞ്ഞേക്ക്. നിങ്ങൾ ബാലശിക്ഷ ബാലശിക്ഷ വായിച്ചു. ബാലശിക്ഷ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത എവിടെയുള്ളൂ? വായിച്ചു താഴോട്ട് വായിച്ചു. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. അതാ ആ വാക്കിന്റെ അർത്ഥം വല്ലതും മനസ്സിലായോ? കൗലടയൻ എന്ന് വെച്ചാൽ എന്നാ അർത്ഥം? ഇംഗ്ലീഷിൽ എന്നാ എഴുതിയിരിക്കുന്നത്? എത്രാം വാക്യാന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാരൊന്ന് വായിച്ച്. 12-ന്റെ 8 എബ്രായർ 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? If you are not disciplined, then you are legitimate children and not true sons. ലെജിറ്റിമേറ്റ് എന്നാണോ എഴുതിയേക്കുന്നത്? അതോ ഒരു ഐ ഉണ്ടോ ആദ്യം? Illegitimate. അത് കണ്ടോ, അർത്ഥം വരുന്നത് കണ്ടോ? വേറെ വെർഷൻസിലൊക്കെ നല്ല നല്ല വാക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് വെർഷൻസില്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഹറാമാന്ന്. ഹറാം പറഞ്ഞവനെ നമ്മൾ വിളിക്കുകയല്ലേ വേണ്ട. അപ്പൊ ഇല്ലെജിറ്റിമേറ്റാ, നേരെയുള്ള മക്കളല്ല, അല്ലാത്ത. ഇപ്പൊ ഇത്ര ശക്തമായിട്ട് ഞാൻ പറഞ്ഞത് അവരെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി പൗലോസ്ലീഹ ഇത്ര ശക്തമായിട്ട് ഓരോ ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ശക്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുകയില്ല. ഇതിന്റെ ഇംഗ്ലീഷ് ഇനി പല വേർഷൻസ് ഇരുന്ന് വായിച്ചു നോക്കുമ്പോൾ അതിന്റെ ശക്തി മനസ്സിലാകും. അപ്പോ നമ്മൾ ആ ഡിസിപ്ലിനിലൂടെ കടന്നു പോകണം. ഇത് വളരെ ശക്തമായി ഇത് പറയുന്നതായ കാര്യമാണ്. ഓക്കെ, അത് മതി, അത് വായിച്ചു നോക്കിയാൽ മതി. Lesson 4: Role of women in church. Relevance of the topic: presence of women in the advice of Jesus and in his approach. Women in the New Testament church, women as viewed by Paul, women in today's church. Of late, there have been increased convictions regarding the role of women and their position in the society. Women liberation movements founded in Western countries. The year 1975 observed as Women's Year. Increased participation of women in the socio-educational fields are all encouraging symptoms of women becoming more prominent than they were for long. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ ഇന്റൻഷൻ മനസ്സിലായി എന്താന്നുള്ളത്. വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ജോഷുവാച്ചൻ വളരെ ശക്തമായിരുന്നു. ഞാൻ ഈ ചാപ്റ്റർ വിശദീകരിക്കുന്നതിനേക്കാളും ഒരു ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാം. അച്ഛന്റെ ആറ്റിറ്റ്യൂഡും അതുകൊണ്ട് അച്ഛൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. അത് വേദോത്സവത്തിൽ നിന്ന് പല മേഖലകളിൽ നിന്ന് സ്ത്രീകൾ ഉയർന്നു വരേണ്ടതിന്റെ ആവശ്യകതയൊക്കെയാണ് അച്ഛൻ സൂചിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ത്രോണോസിന്മേല് ചെറിയൊരു പാത്രമുണ്ട് ഈ കൈ കഴുകാനായിട്ട്. അച്ഛന്മാര് കാസാബിലാസയുടെ അടുത്ത് തന്നെ ശുശ്രൂഷക്കാർ കൊണ്ടുവന്ന് വെള്ളം കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾ പലരും കണ്ടിട്ടില്ല, അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാവുന്നേ ഉള്ളൂ, വിരിക്കൂട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു പാത്രം ഇങ്ങനെ വെച്ചേക്കും. അതിന്റെ പേര് ശംശോനീസോ എന്നാണ്. ശംശോനീസോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശമാശിനി എന്നർത്ഥം, ഡീക്കണസ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് അത്രമാത്രം ആദിമ സഭയില്
ശമാശിനിമാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫേവായും മറ്റ് ശമാശിനിമാരെ പറ്റിയൊക്കെ ഇതിനകത്ത് അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ പറയുന്നുണ്ട്, വീട്ടുസഭകളിലൊക്കെ. അപ്പം അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് ഇടക്കാലം കൊണ്ട് പിന്നെ പല ഇമ്മൊറാലിറ്റി ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതങ്ങ് നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് വീണ്ടും അതിലേക്ക് വരണം എന്നുള്ളത് വളരെ ശക്തമായി പഠിപ്പിക്കുന്നതായ കാര്യമാണ്. അതുകൂടാതെ നമ്മൾ ഈ പറയുന്ന ഈ ശുദ്ധീകരണ സമയം ഇങ്ങനെയൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് ഇത്ര ദിവസങ്ങൾ കൂടുമ്പോഴുണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ പോലും അച്ഛന്റെ വെർഷൻസ് ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛന്റെ ക്ലാസ്സിൽ ഇരുന്ന് ഇതൊക്കെ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലും ഇന്നിപ്പം ഹൈജീനിക് ആയി കഴിഞ്ഞു നമ്മൾ, അതുകൊണ്ട് ആ കാര്യത്തെ ഓർത്ത് ആരും വറീഡാകണ്ട എന്ന് വരെ പഠിപ്പിക്കുന്നതായിരുന്നു ജോഷാച്ചൻ. അപ്പൊ അതുകൊണ്ട് വളരെ ശക്തമായിട്ട് സ്ത്രീകൾ എല്ലാ മേഖലയിലേക്കും കടന്നു വരണം. അവരെ യാതൊരു രീതിയിൽ അവരുടെ ഹൈജീന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിയമം പറഞ്ഞിട്ടോ അവരെ ഒന്നിൽ നിന്നും മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള ആശയമാണ് അച്ഛന്റെ മനസ്സിലുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് അച്ഛൻ ഈ ചാപ്റ്ററുകളെല്ലാം എഴുതിയേക്കുന്നതെന്ന് മാത്രം ഒന്ന് വിചാരിച്ചാൽ മതി. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അതാണ് ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ആശയം. Women in the New Testament Church. Women held crucial roles in the New Testament Church. The main reason for this was the encouragement they heard from Jesus. Women were with men in all activities of church. When the apostles were waiting for the Holy Spirit, women were also present in that community. Among those who came to the church listening to the speeches of apostles, there were women also എന്നുള്ളത് തന്നെയല്ല. യേശുക്രിസ്തുവിന്റെ പിന്നാലെ നടന്നവരിൽ എപ്പോഴും യോഹന്നായും സൂസന്നായും മറിയമാരും തുടങ്ങി അവരെല്ലാവരും അവരുടെ വസ്തുവകകളിൽ നിന്ന് ഈ കർത്താവിന്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എപ്പോഴും അവർ സഹായിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഇതിനകത്തല്ല. Women as viewed by Paul. So there is no difference between Jews and Gentiles, between slaves and free men, between men and women. You are all one in union with Christ. ഇതാണ് ബേസിക് പൗലോസിന്റെ ദർശനം. പലരും പൗലോസിനെ കുറ്റം പറയാറുണ്ട്, അങ്ങനെ ചെയ്യരുത്, സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നൊക്കെ. പക്ഷെ ഇവരാരും ഈ വാക്യമൊന്നും പറയാറില്ല. പുരുഷനും സ്ത്രീയോ എന്നില്ലെന്ന് ഇതാണ്. പക്ഷെ അനാവശ്യമായ കൈകടത്തലുകളും അനാവശ്യമായ ഓരോ സഭയിലും ഉണ്ടായിരുന്ന സ്പെഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ പരാമർശിക്കുമ്പോൾ പൗലോസ്ലീഹയുടെ സ്വഭാവം നമുക്കിപ്പോൾ ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ ശക്തമായിട്ട് വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. In today's church, the light from the New Testament church should influence our approach today in this matter. It shall be noted that during the days of the early church, basic principles were being employed in line with contemporary practicalities. This shall be learning point for our church today. In our church, general views on women as seen in the Hindu and Jewish traditions are very much evident. Because of this, it may appear that they are being given a secondary treatment in the church. അച്ഛനീ പുസ്തകം എഴുതുമ്പോൾ കുറച്ച് പഴയ കാലഘട്ടം പരാമർശിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ പാരിഷ് അസംബ്ലിയിലും ഒക്കെ ഉള്ള ഇൻവോൾവ്മെന്റും എല്ലാ കാര്യത്തിലും, കാരണം സ്കൂൾ പഠിപ്പിക്കുന്ന എല്ലാ ലീഡർഷിപ്പിലെ എല്ലാ കാര്യങ്ങളിലും സ്ത്രീകൾക്ക് സഭയിൽ ഒത്തിരി മാറ്റം സംഭവിച്ചു. അതിനുവേണ്ടി ആഗ്രഹത്തോടു കൂടിയാണ് ഈ എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഈ പുസ്തകം വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. This feeling has to be addressed using the insights we have from the New Testament church in its right perspective. കണ്ടോ, അച്ഛൻ ശക്തമായിട്ട് വാദിക്കുക അതിനു വേണ്ടി. In all fields of the society, women are seen to work hand in hand with men. The activities in certain segments considered exclusively for men are now effectively handled by women also. The Sunday school teaching fraternity is dominated by women folk these days. It has already been proved that women are good enough to play crucial roles in imparting spiritual training to young generation. They should be properly trained in theology and equipped to handle such tasks effectively. In our Divibodhanam program, women are taking more interest than men, which is a good word. The capabilities and talents of women should be properly nurtured and
utilized in the mission works of the church. It is a truth that women do much better than men when it comes to taking care of the sick. But women are more or less neglected in the administrative system of the church and parishes. ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് update. It needs to be thought loud whether we have to persist with the prevailing system or could we refine ourselves. ഇപ്പൊ അമേരിക്കയിലാണെങ്കിലും നമുക്കിപ്പോ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടൊരു സ്ത്രീ വരുമോ എന്ന് അറിയാൻ പാടില്ല, അല്ലേ? അങ്ങനെ വിശാലമായിട്ടൊന്ന് കാണണം എല്ലാം. അത് എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. പക്ഷെ സഭ അതിൽ നിന്നൊക്കെ ഒത്തിരി മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ലെസൺ 5, ക്രിസ്ത്യൻ സ്റ്റുവർഷിപ്പ്, ക്രിസ്തീയ കാര്യവിചാരകത്വം എന്നുള്ളതാണ്. Importance of the subject, the advantage, basic principles in what all things. Stewardship is a topic that is given lot of importance in the Holy Bible. Stewardship എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്കൊരു കാര്യവിചാരകത്വം എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. ടൈംലി മാനറിൽ, മോർ ഫ്രൂട്ട്ഫുൾ, പ്രൊഡക്റ്റീവ് ആൻഡ് ടൈംലി മാനർ, അതിന്റെ ഒരു എക്സിക്യൂഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് stewardship is a topic that is given lot of importance in the Holy Bible. Mosaic law and exhortations of prophets, this has been discussed. People of God were to follow the principle of the stewardship in all ways of life. Following his Jewish tradition, Jesus Christ had been stressing on this in all his teachings. Many of his metaphors had been illustrating that principle of stewardship. The advantage of learning this topic: each believer is owned by God. His goal of life is to live as a servant useful to God. Second, what all tasks are assigned to him by God, he acts faithful to accomplish them. 3, Holy Bible is a book not narrating God's activities and nature alone, but also it reveals how man has to cooperate with God's plans. Co-creator, inverted commas. അതിനകത്ത് co-creator എന്നൊരു വാക്ക് പോലും ഉണ്ട്. സഹസൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടി നടത്തിയത്, അതിനെ പരിപാലിക്കുകയും ടേക്കൺ കെയർ ചെയ്യുകയും നല്ല അന്തരീക്ഷം കർത്താവ് സൃഷ്ടി നടത്തിയതുപോലെ തന്നെ സൃഷ്ടിയുടെ വിശുദ്ധിയിൽ അതിനെ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റുവർഷിപ്പാണ്. അതെല്ലായിടത്തും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, നമ്മുടെ ഉത്തരവാദിത്തങ്ങള്, എക്കോളജി, സ്പേസ് തുടങ്ങി ഈ ക്രിയേഷൻ, നമ്മുടെ ആരാധനകളിലെല്ലാം നമ്മൾ ചൊല്ലുന്ന എന്നാണെന്നറിയാമോ? കർത്താവ് സൃഷ്ടി മുഴുവനും വേണ്ടി എന്ന സൃഷ്ടി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും വസ്തുക്കൾക്ക് വേണ്ടി തിങ്സ് എന്നൊന്നുള്ള വാക്കല്ല നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്നത്. സൃഷ്ടി. ആ സൃഷ്ടിയെ മുഴുവൻ ആദാമിനോട് പറഞ്ഞ നീ വേല ചെയ്യുക, തോട്ടം സൂക്ഷിക്കുക എന്ന് പറഞ്ഞത്. അതാ സ്റ്റുവർഷിപ്പ് കേട്ടോ. എന്ന് പറഞ്ഞാൽ സിംഹവും കടുവായും കരടിയും മാടപ്രാവും എല്ലാം ഉണ്ടായിരുന്നു, മുയലും ഒക്കെ ഉണ്ടായിരുന്നു. സിംഹം മുയലിനെ പിടിച്ച് തിന്നില്ല, അല്ലെങ്കിൽ കഴുകൻ മാടപ്രാവിനെ ആക്രമിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള സമാധാന അന്തരീക്ഷം അത് ഭംഗിയായിട്ട് നിറവേറ്റിക്കൊണ്ടാണ് ഇരുന്നത്. അതിനെ നമ്മൾ കാത്തു പരിപാലിക്കണമെന്നുള്ളതാണ്. അത് എല്ലാ മേഖലയും, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, ഈ പറയുന്ന വേസ്റ്റ് ഡിസ്പോസൽ തുടങ്ങി എല്ലാ മേഖലകളിലും നമ്മുടെ സ്റ്റുവർഷിപ്പ് ഉണ്ടാകണം എന്നുള്ളതാണ്. Being a Christian, he has a responsibility to serve God and help men. Worship becomes more meaningful. We are able to learn why God the Father created us, why God the Son redeemed us, why God the Holy Spirit leads and sustains us. ഞാൻ ഈ പറഞ്ഞ ആശയം ഇതിനകത്തല്ല. കഴിഞ്ഞ ദിവസം ഒരു അക്വേറിയം സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു ഏറ്റവും അവസാനം ഇറങ്ങി വരുന്നിടത്ത് ഒരു ഫിഷിന്റെ ഒരു കുഞ്ഞുങ്ങള് സ്കൂളിൽ നിന്ന് മറ്റോ ഇവിടെയാണ് ഞാൻ താമസിക്കുന്നിടത്ത്, ഡിട്രോയിറ്റ്. അവിടുത്തെ ബെൽ ഐലൻഡ് ഉണ്ട്, അവിടുത്തെ ഒരു അക്വേറിയത്തിനകത്ത്. അത്ര പോപ്പുലേഷൻ ഒന്നുമുള്ള സ്ഥലമല്ല അവിടെ, പക്ഷെ അവിടെ ഒരു ഭയങ്കര ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ ഒരു മീനിന്റെ പടം ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ അകത്ത് മുഴുവൻ പ്ലാസ്റ്റിക്കുകളും ആണിയും കുപ്പിച്ചില്ലും അതും ഇതും എല്ലാം വെച്ചിട്ട് ആ ഒരു ഫിഷിന്റെ ഒരു രൂപം ചുമ്മാ അത് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി വെച്ചു. നമുക്ക് ആശയങ്ങളൊക്കെ അറിയാം, കടലിൽ മുഴുവൻ വേസ്റ്റ് ആണ്, ഇപ്പൊ അത് തിന്നു കഴിഞ്ഞാൽ മത്സ്യം ചത്തുപോകും എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് കണ്ടപ്പം മുതൽ, ഇന്നലെ അത് കണ്ടപ്പം മുതൽ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മള്
എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. ഈ പ്രകൃതിയും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള ആശയം. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചിന്ത. വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ്? God has created everything. He owns everything. His is the authority over everything. അതങ്ങനെ താഴോട്ട് പല പല ആശയങ്ങൾ പറയും. Man was assigned to take care of everything. Third one, not only that God created all, but man and all living beings, the whole universe is under the care and protection of God. Fourth one, man is responsible to God as his servant and also as a steward of the universe. Fifth one, thanks and praises to God rises in our hearts. Man would be influenced to praise God with a thanks-filled heart for all his graces and care. അപ്പം ഈ ഒരു കാര്യമാണ് അതിനകത്ത് പറയുന്നത്. അപ്പം ദൈവം നമുക്ക് വി ആർ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ഇൻ ദിസ് വേൾഡ്. അത് ചിന്തിക്കുക എപ്പോഴും. നമ്മളാണ് ദൈവത്തിന്റെ ഈ ലോകത്തിലെ കരങ്ങൾ. In what all fields should there be stewardship? Stewardship of time. First one, stewardship of time. 24 hours ഉള്ളത് എങ്ങനെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ്, ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ടാലൻസ്. നമുക്ക് ഭൗതികമായിട്ടും മാനുഷികമായിട്ടും നമുക്ക് കിട്ടിയുള്ള ടാലന്റുകൾ ധാരാളമുണ്ട്, പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. ദൈവനാമോഹത്തിനായിട്ട് അതെല്ലാം പ്രയോജനപ്പെടുത്തണം. തേർഡ്, മണി ആൻഡ് അതർ മെറ്റീരിയൽ വെൽത്ത് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റുവർഷിപ്പ്. അത് നമുക്കറിയാമല്ലോ, ധനം അത് കൈകാര്യം ചെയ്യുക. പൈസ പുറത്തോട്ട് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ കൂടുതൽ ദൈവം തരും കേട്ടോ. അതുകൊണ്ട് കയ്യിൽ ചുരുട്ടി പിടിക്കേണ്ട കാര്യമില്ല, കൈ അയച്ചു കൊടുക്കുക. എൻ്റെ അച്ഛ, ഞങ്ങൾക്ക് തന്നെ ഇത് തികയുന്നില്ല, ഇനി എന്ന് ഞങ്ങളിത് ചെയ്യാനാന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്കും അറിയാൻ പറ്റില്ല ഇത് എന്ന് ചെയ്യും എന്നുള്ളത്. നമുക്കില്ലാതെ വരുന്ന എന്നാന്നറിയാം, ആദ്യം വന്നപ്പോൾ നമ്മൾ ചെറിയൊരു കാറൊക്കെ എടുത്തേ, ഇപ്പൊ നമ്മുടെ സംഭവം മാറി. നമ്മൾ അതേസമയം ആദ്യത്തെ ഇതിൽ അതുകൊണ്ട് ലാളിത്യം ഞാൻ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുക കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല, ആവശ്യങ്ങളൊക്കെ അനുസരിച്ചാവാം. പക്ഷെ ആദ്യത്തെ ആ കാറെന്ന് പറയുന്നത് നമുക്ക് ഒരിടത്തുനിന്ന് ഒരു സൈഡ് വരെ നമ്മളെ മൂവ് ചെയ്യുന്നു എന്നുള്ള ആ നീഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ ലക്ഷറിയിലേക്ക് പോകായിരുന്നു. ദൂരത്തുകൾ ഒഴിവാക്കപ്പെടുമ്പോൾ നമുക്ക് മിച്ചം കിട്ടും പൈസ. ഓക്കെ, അത് നിങ്ങൾക്ക് സ്റ്റുവർഷിപ്പ് ഒക്കെ ഉണ്ട്, എന്നാലും കുറച്ചുകൂടെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും സമയബന്ധിതമായിട്ടും ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് ഓർപ്പിക്കും. പിന്നീട് ചർച്ച് ആൻഡ് ക്രിസ്ത്യൻ ഫാമിലി, അതാണ് ലെസൺ 6. ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ചിൽഡ്രൻ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, family is the nursery of religious education, family and spreading the good news. The Christian church considers family a very important segment of the church. Family is very often described as a miniature of the church or as a church at home. A Christian family is also called a miniature of heaven on earth. All these qualifications reveal the position and glory of family. The early church has had its origin and growth through families. The church community in those days used to assemble in families to pray. വീട്ടിലെ സഭ എന്ന് പറയും. To learn and to break breads. Acts 2:46, 5:42, 12:12. During those very early days, Christian houses used to be places for Christian worship. Acts 16:15, Romans 16:5, Colossians 4:15. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പള്ളിയിൽ അസൗകര്യമുണ്ട്, നമ്മുടെ വീട്ടിൽ ഒരു കുർബാന നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മാത്രം ഓർത്താൽ മതി. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പാഠം വായിച്ചു കഴിയുമ്പോൾ ഉത്തരം കിട്ടും. പിന്നീട് റിലേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, എങ്ങനെയാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. സോ ഗോഡ് ക്രിയേറ്റഡ് മാൻ in his own image. In the image of God, he created him, male and female. He created them. Genesis 1:27. This means that God created man and woman to live as husband and wife. Jesus reveals this truth by quoting the very same verse, Matthew 19:41. In the second narration of creation, it is stated that
Man's rib is taken with which woman is created. Genesis 2:21 to 25. The idea we have here is that woman is created for being a good mate for man and that he would be attracted towards her. Without her, he is solitary and incomplete. Woman is a helping hand for man. In short, when man and woman live as mate and pair, there originates a family. Our Lord says, the two will become one. And Paul repeats the very same in Ephesians 5:31. പിന്നെ അടുത്ത ഹെഡിങ് ചിൽഡ്രൻ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദാനമാണ് കുഞ്ഞുങ്ങൾ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോഡ് ഐ ഹാവ് ബ്രോട്ട് ഫോർത്ത് എ മാൻ എന്ന് പറഞ്ഞിട്ടാണ് ഹൗവാമച്ചി ഗേവ് ബർത്ത് കൊടുത്തത്. ചിൽഡ്രൻ ആർ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. സൺസ് ആർ എ ഹെറിറ്റേജ് ഫ്രം ദ ലോഡ്. ചിൽഡ്രൻ a reward from him. Psalms 127:3. I praise you because I am fearfully and wonderfully made. Your works are wonderful. I know that full well. Psalms 139:39-40. Nursery of church education എന്ന് പറഞ്ഞാൽ ഹോം ഈസ് ദ നഴ്സറി ഓഫ് ചർച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ താഴോട്ടുള്ള എല്ലാം മനസ്സിലാകും. ഫാമിലിയാണ് ഈ മതപഠനത്തിന്റെ ആദ്യത്തെ സൺഡേ സ്കൂൾ വീട്ടിൽ നടക്കണമെന്ന്. ആസ് ഫാർ ആസ് ചർച്ച് എഡ്യൂക്കേഷൻ ഈസ് കൺസേൺ, പേരൻസ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ്. ദ ചർച്ച് cannot impart any sort of religious education or spiritual build-up to its young generation effectively unless there is support and encouragement from parents. Thus, the basic inputs of faith have to be passed on to children from family. The family of Timothy is a classic example for this. I remember the sincere faith you have. നിന്നുള്ള വിശ്വാസം ഞാൻ കണ്ടു. The kind of faith that your grandmother Lois and your mother Eunice also had. നിന്റെ വല്യമ്മ ലോവീസിലും നിന്റെ അമ്മ യൂണിക്കയിലും ഇതുണ്ടായിരുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട് തിമോത്തിയോട്. ഐ എം ഷുവർ ദാറ്റ് യു ഹാവ് ഇറ്റ് ഓൾസോ. നിനക്കും അത് തന്നെ ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നു. 2 Timothy 1:5. അപ്പോ അമ്മയ്ക്കും വല്യമ്മച്ചിക്കും ഒക്കെ ഉണ്ടായിരിക്കണം. പിള്ളേരെ പിന്നെ ഇപ്പം നന്നാക്കാനായിട്ട് നമ്മൾ അച്ഛനെ മാത്രമോ അല്ലെ മെത്രാച്ചനെ മാത്രമോ അല്ലെ സൺഡേ സ്കൂൾ അധ്യാപകരെ മാത്രം ഏൽപ്പിച്ചിട്ട് നമ്മൾ മാറി നിൽക്കരുത്. നമ്മൾ പരിപൂർണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് വലിയ ഉത്തരവാദിത്വം അതിനകത്തുള്ളതെന്നാണ് ഈ പറയുന്നതിന്റെ ഒക്കെ അർത്ഥം. ബട്ട് ആസ് ഫോർ യു ഡു ഡോക്ട്രിൻ in the truths that you were taught by firmly belief. You know who your teachers were, and you remember that ever since you were a child, you have known the Holy Scriptures, which are able to give you the wisdom that leads to salvation through faith in Christ Jesus. നിന്നെ ക്രിസ്തുയേശുവിൽ ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കുക എന്ന് പറയുക. റിമെമ്പർ ദാറ്റ് എവർ സിൻസ് യു വെർ എ ചൈൽഡ്. ബാല്യം മുതൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുക എന്ന് ശക്തമായിട്ട് പറയുന്നു 2 Timothy 3:14-15. അപ്പൊ ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങൾ ഇത് പഠിക്കുകയും നിശ്ചയം പ്രാപിക്കുകയും വേണം. അവരെ അത് നിശ്ചയം പ്രാപിപ്പിക്കണം അതിനു മുമ്പായിട്ട്. അതൊക്കെ ഇസ്ലാം മതവിശ്വാസികൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ആ കാര്യത്തിൽ ഒത്തിരി ഉത്സാഹം എടുക്കണം. For where 2 or 3 come together in my name, I am there with them. Spreading good news. Church is sent for mission to this world. When church has commitment to the world, families have to be partakers in it. Christian families should be models to the world as lives based on faith, love, and service. Families have crucial roles to play in the new world being formulated by Christ. Each family should take part in formulation of that world where there are no injustice, no oppression, and no exploitation. The church is calling upon all families to come out of the narrow horizon of their self to work for the good of our large society. Families should work hard
for renewing that big family of mankind that attains its fullness. കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ. വളരെ മനോഹരമായ ഒരു യൂണിറ്റ് ആണിത്. അതിനകത്ത് എല്ലാം വളരെ ഭംഗിയായിട്ട് നട്ട്ഷെല്ലിൽ കാര്യങ്ങൾ, എന്നാൽ വിശദമായിട്ട് ബൈബിളിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നൽകി അച്ഛൻ പറഞ്ഞിട്ടുമുണ്ട്. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അച്ഛ പൗലോസ്ലീഹ ഏത് ഒരു സാഹചര്യത്തിലാണ് സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്ന ഏതൊരു സാഹചര്യമാണ്? സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നത് അവരുടെ പറച്ചിൽ കൂടി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴായിരിക്കണം. നമുക്ക് ആ സാഹചര്യം അറിയാൻ മേല. എന്ന് പറഞ്ഞാല് അവിടെ ശക്തമായിട്ട് പൗലോസ്ലീഹ പറയാം. നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴത്തെ ഒരു കൾച്ചർ ഞാൻ പറഞ്ഞുതരാം. ഈ മിഡിൽ ഈസ്റ്റിലെ രീതികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. മിഡിൽ ഈസ്റ്റിലെ ആൾക്കാർ ഇപ്പോഴും സ്ത്രീകൾക്കാണ് അവിടുത്തെ ഒരു പ്രാധാന്യം, അല്ലെ? ഇപ്പോഴും ഒരു പുരുഷന് സ്ത്രീയെ കല്യാണം കഴിക്കണമെങ്കിൽ അവന് ആ സ്ത്രീയെ പോറ്റാനായിട്ട് അതിനുള്ള സ്വത്തും ധനവും എല്ലാം ഉണ്ടെന്ന് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ അവന് പെണ്ണ് കിട്ടുള്ളൂ. അപ്പൊ ഇപ്പോഴും അങ്ങനെയാണ്. അപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് ഭയങ്കരമായി അവരുടെ കൾച്ചറില് അവര് പല കാര്യങ്ങളിൽ ഡോമിനേറ്റ് ചെയ്തിരുന്നു. നമ്മൾ ഈ സത്യത്തിൽ ഈ പറയുന്ന പുരുഷ മേധാവിത്വം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മിഡിൽ ഈസ്റ്റിൽ അന്നും ഇന്നും ഒക്കെ സ്ത്രീ മേധാവിത്വം എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അവർക്ക് നല്ല ഒരു ഈ ഇസ്ലാം മതവിഭാഗത്തിന്റെ ഇടയിൽ അല്ലാതെ ബാക്കി എല്ലായിടത്തും ഒക്കെ തന്നെ മറ്റ് കൾച്ചറിൽ എല്ലാം തന്നെ അവർക്കൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മള് വേദോത്സവം ഈ പഴയ നിയമം മുഴുവൻ പരിശോധിച്ചാൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യവും ന്യായാധിപതിമാരായിട്ടിരുന്നതും പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാൽ നമുക്കത് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് അവിടെ കൊരിന്ത്യ സഭയിൽ എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രയാസമോ ഉണ്ടായപ്പോൾ പൗലോസ്ലീഹ അതിനെ പറ്റി പറഞ്ഞതായിരിക്കണം. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ, മൗനമായിരുന്നു പഠിപ്പാനല്ലാതെ ആരെയും ഉപദേശിക്കാനോ ഞാൻ സ്ത്രീകളെ അനുവദിക്കുന്നില്ല, ആദാമല്ലല്ലോ ഹവ്വായല്ലേ തെറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പൗലോസ്ലീഹ പറയുകയൊക്കെ ചെയ്യുന്ന അതാ സാഹചര്യത്തിൽ എഴുതി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കൃത്യമായ സാഹചര്യം നമുക്ക് അറിയാൻ പാടില്ല എന്താണെന്നുള്ളത്. അതാ സ്പെസിഫിക് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ. പിന്നെ ഇതുപോലെ ഈ സ്ത്രീകൾ തലയിൽ തുണിയിടുന്നത് അത് മാനവും, പക്ഷെ പുരുഷന്മാര് തലയിൽ തുണിയിടുന്നത് അപമാനമാണെന്ന് പൗലോസ്ലീഹ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പം നമ്മളുടെ അച്ഛന്മാരുടെ തൊപ്പിയും തിരുമേനിമാരുടെ മസനഫ്സായും അല്ലേ ചോദ്യം? അതെ. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം ഇതിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന് നമ്മൾ മൈറ്റർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മൈറ്റർ എന്ന് വെച്ചാൽ ഒരു മുടി, അതാണ് മുടികൾ മുടഞ്ഞ് നിരനിരയായി എന്ന് പറഞ്ഞാൽ ഇടക്കെട്ട ഏഫോദ് അതിന്റെ കൂട്ടത്തിലുള്ളതാണ് മൈറ്റർ എന്ന് പറയുന്നത്. മുടി എന്ന് പറയുന്നത് നിങ്ങള് 28-ാം അധ്യായം എടുത്താല് നമുക്കത് കാണാം. ലേവ്യ പുസ്തകത്തിലും പറയുന്നുണ്ട്. ഓക്കെ, അതിന്റെ റെഫറൻസ് ആരെങ്കിലും ഒന്ന് എടുത്തു. മൈറ്റർ എന്നുള്ള വാക്ക് അടിച്ചു കൊടുത്താൽ മതി. എന്റെ ബൈബിൾ റെഫറൻസ് നോക്കി കഴിയുമ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനകത്ത് 2-3 വാക്യം പറയുമ്പോൾ നമുക്കത് നോക്കാം. പെട്ടെന്ന് ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ഞാൻ ഓർത്തിരിക്കുന്നില്ല അതിന്റെ. അപ്പൊ മുടി എന്ന് പറയുന്ന ഒരു കാര്യമാണ് മുടി. അതുകൊണ്ടാണ് ആ മുടി എന്ന് പറയുന്ന 2 കാര്യങ്ങളായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, മുടിയും അതിനോടൊപ്പം തന്നെ ദൈവത്തിന് വിശുദ്ധം എന്നെഴുതുന്ന ഒരു തകിടും അതിൽ വെച്ചിരിക്കണമെന്ന്. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്, അവിടെ മൂടുപടം എന്ന് ഉപയോഗിച്ചേക്കുന്ന വാക്കല്ല ഈ മുടിക്ക് ഉപയോഗിക്കുന്നത്. പൗലോസ്ലീഹ മൂടുപടം എന്ന് പറഞ്ഞിരിക്കുന്നതല്ല. അത് തലയെ ഫുള്ള് കവർ ചെയ്ത് സ്ത്രീകൾ പിന്നെ അവരുടെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഉള്ള ഒരു രീതിയാണ് പൗലോസ്ലീഹ കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതെന്ന് പറയുന്ന ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ആ മുടി എന്ന് പറയുന്നത് പൗരോഹിത്യത്തിന് ആദ്യകാലത്ത് കൊടുത്തതാ. അതുകൊണ്ട് ഏഫോദും ഈ പറയുന്ന കാപ്പായും ചെരുപ്പും ഒക്കെ നമ്മൾ ഈ പഴയ നിയമത്തിലെ റിസംബ്ലൻസ് അതിനകത്തുള്ളത് കൊണ്ടും, പിന്നീട് സന്യാസിമാര് ഉണ്ടായ സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, തലയില് മസ്നഫ്സ ഇടുക എന്ന് പറഞ്ഞാൽ തിരുമേനിക്ക് മാത്രം ഉള്ളതല്ല, തിരുമേനിയുടേതേ അല്ലത്.
എന്ന് പറഞ്ഞാൽ പുരോഹിതനാകാത്ത ഒരു സന്യാസിക്കും ഈ പിന്നെ മസ്നബ്സ കൊടുക്കും. 12 കുരിശുകളിലുള്ള ഒരു തുണിക്കഷ്ണം തലയിൽ ഇടാനായിട്ട്. എന്ന് പറഞ്ഞാൽ അതൊരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ്. അവര് ദൈവത്തിന് വേണ്ടി വിശുദ്ധം എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാ. അതാ ഞാൻ മുമ്പേ പറഞ്ഞ ആ മുടി എന്നുള്ള മൈറ്റർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും അത് കിട്ടിയെങ്കിൽ 28-ാം അധ്യായം ലേവ്യ പുസ്തകത്തിലും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് യഹോവയ്ക്ക് വിശുദ്ധം എന്ന് പറഞ്ഞിട്ട് ഒരു തകിടും കൂടെ വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ അതിനെപ്പറ്റി ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുക. പണ്ട് ഈ ചാർത്തുനീതിയെ ചൊല്ലിക്കഴിഞ്ഞ അവസാനത്തെ ബൂസോ ചൊല്ലുന്ന സമയത്ത് മുടികൾ മുടഞ്ഞ് ഓട്ടിത്തകിടും എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓട്ടിത്തകിട്. അപ്പോ ഒട്ടിത്തകിട് എന്നുള്ളത് ഇപ്പൊ അത് മാറ്റിയിട്ട് നിരനിരയായി എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ തകിടെന്നുള്ള വാക്ക് അവിടെ കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട്. മുടിയും ആ തകിടും. യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതി തകിടും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മലയാളം വളരെ കറക്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ വാദം. പക്ഷെ അതെനിക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഇതുവരെ സുറിയാനിയിൽ നിന്ന് ഞാൻ നോക്കിയിട്ടൊന്നും അതിന് ഉപോത്പ്ലകമായ അർത്ഥം കണ്ടെത്താൻ സാധിച്ചില്ല. അവിടെ അടുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു മീനിങ് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ഈ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് മുടി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അച്ഛൻ വെച്ചേക്കുന്ന തൊപ്പിയും തിരുമേനിമാര് വെക്കുന്ന മത്തങ്ങ തൊപ്പി എന്നൊക്കെ നമ്മൾ പറയുന്നത് സത്യത്തിൽ മുടിയാണ്. മുടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കിരീടം നൽകപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് പൗലോസ് അവരെ പറയുന്നുണ്ടല്ലോ, ഞാൻ നല്ല പോർവരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതി അല്ലേ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. 2 തിമോത്തി ചാപ്റ്റർ നമ്പർ 4 വേഴ്സ് നമ്പർ 6 ഓൺവേർഡ്സ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അത് ജീവനുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും എന്നാ പറയുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന കിരീടത്തെ പറ്റി. അതിനുവേണ്ടി പുരുഷന്മാർക്ക് എല്ലാവർക്കും കൊടുക്കുന്നില്ലല്ലോ. പൗരോഹിത്യ സ്ഥാനികള് അതിനെ റെപ്രസെന്റ് ചെയ്ത് ഒന്ന് കാണിക്കുന്നു എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് കിട്ടിയ കിരീടം കുരിശിൻ്റെതാണെന്ന് കാണിക്കാനായിട്ടാണ് മസ്നബ്സായിൽ 12 കുരിശുകളും വലിയൊരു കുരിശും ഒക്കെ കർത്താവിനെയും ശിഷ്യന്മാരെയും ഒക്കെ പ്രതിനിധീകരിച്ച് അത് സൂചിപ്പിച്ചിരിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. അത് ആ ഉത്തരം മനസ്സിലായോ? ക്ലിയർ ആണോ? ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, അച്ഛൻ പറഞ്ഞായിരുന്നു നമ്മൾ ഈ മുസ്ലിങ്ങളുടെ സമുദായത്തിലെ സ്ത്രീകള് വീട്ടിലെ ആണെങ്കിലും ഈ വചനങ്ങളും തിരുവെഴുത്തുകളും ഒക്കെ അവര് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വീടിനകത്ത് മക്കളോടൊക്കെ. ഈ നമ്മുടെ ക്രിസ്തീയ സഭയില് ഈ വചനവും ആരാധനയ്ക്ക് കൂടുതൽ പ്രാധാന്യവും പിന്നെ നമ്മൾ വചനവും തിരുവെഴുത്തുകളും ഒക്കെ സ്ത്രീകൾക്ക് അത്രമാത്രം അതിനോടുള്ള ആഴത്തിലുള്ള ഒരു അറിവില്ലല്ലോ. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് ആമ്പഴേ പറഞ്ഞു കൊടുക്കാൻ. അല്ല, ഞാൻ പറഞ്ഞ 2 കാര്യം ഒന്ന് തിരുത്തലുണ്ടേ. ഞാൻ പറഞ്ഞ സ്ത്രീകൾ വീട്ടിൽ പഠിപ്പിക്കണം എന്ന് മാത്രമല്ല, വീട്ടിൽ മാതാപിതാക്കൾ വേദോത്സവം വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം, നമ്മളത് പഠിക്കണം. ഇപ്പൊ ഭവനമായിരിക്കണം ആദ്യത്തെ സൺഡേ സ്കൂള് എന്നുള്ളതാ. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഞാനൊരു ഉത്തരവാദിത്വം നൽകിയതല്ലത്. പറഞ്ഞോ ആന്റി? അല്ല, ഈ നമ്മുടെ സഭയിലെ ആരാധനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിലും ഇപ്പൊ ആരോടെങ്കിലും ഒരു ബൈബിളിലെ ഇന്ന ഭാഗം പോലും അറിഞ്ഞാല് മിക്കവാറും ആർക്കും നമ്മൾ ഓർത്തഡോക്സ് സഭയിലെയും മറ്റുള്ള സഭകളിലൊക്കെ പെട്ടെന്ന് അവർ ഈ ബൈബിളൊക്കെ എടുത്ത് പറയുന്ന പോലെ നമുക്ക് അത്രയും ആ ഒരു എന്തുവാ പറയുന്ന ഒരു ആഴത്തില് ഓറിയന്റേഷൻ അങ്ങനെ ഇല്ലെന്നല്ലേ. അത് വീടുകളില് ഉണ്ടാകണം ആദ്യം. നമ്മളങ്ങനെ ശരിയാണ് ഈ പറയുന്നത്, ഞാനത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ അത്രയും ഏതെങ്കിലും സഭയ്ക്കുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇന്നിപ്പം ദിവ്യബോധനമുണ്ട്, സൺഡേ സ്കൂളുണ്ട്, MGSM ഒക്കെ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാല് അവർ വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു കാര്യം നമ്മളത് സീരിയസ് ആയിട്ട് വി സീരിയസ് എന്നുള്ളതാണ്. നമ്മള് ഈ പേരൻസ് ഈ കുഞ്ഞുങ്ങളെ ഇതിന്റെ സാധ്യതകളൊക്കെ കണ്ടെത്താനായിട്ട് നിങ്ങള് കരാട്ടെ ക്ലാസ്സിലും നീന്തലിനും കൊണ്ടുവിടുന്ന പോലെ പള്ളിയിലെ കാര്യങ്ങളിൽ ഇല്ലാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ അടുത്ത കാലഘട്ടങ്ങളിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കുറവായിരുന്നു നമ്മൾ ലിറ്റർജി എന്നുള്ളത് മാത്രം. ഇപ്പോഴും നമ്മൾ അത് തന്നെ പഴിചാരേണ്ട ആവശ്യമില്ല. അതിന്റെ സാഹചര്യങ്ങളൊക്കെ ഒത്തിരി മാറി. എനിക്ക് തോന്നുന്നു മറ്റ് സഭകളെയൊക്കെ അപേക്ഷിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് വളരെ ശക്തമായിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട് ഈ ഭദ്രാസനത്തിലുണ്ട്. അന്നു മുതൽ ഇന്ന് വരെയും എനിക്കറിയാം എങ്ങനെയെങ്കിലും ഒക്കെ ഈ ഭദ്രാസനത്തിലെ പഠന കാര്യങ്ങളിൽ, പഠിപ്പീര് കാര്യങ്ങളിൽ, വചന ശുശ്രൂഷയിലൊക്കെ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ എത്ര അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും കൂടെ ഒരു ചോദ്യമാണ്.
അല്ലെ? പള്ളിയിൽ ഒരു സൺഡേ സ്കൂൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഉണ്ടെങ്കിൽ, OBBS ഉണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ സ്വയം പരിശോധന നടത്തണം. അല്ല, ഇതിപ്പം ഈ MMBSന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഒത്തിരി അതുകൊണ്ട് ഇത് മുന്നോട്ട് വചനത്തിന്റെ ഇതിൽ വരാൻ പറ്റി എന്നാലും ഞാൻ പറയാ കുറെ ഇപ്പൊ ഒത്തിരി ഇത് സാഹചര്യങ്ങളെ നമ്മൾ ഉപയോഗിച്ചാൽ അത് നല്ലതായിരിക്കും. താങ്ക് യു. ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പൊ ഇത് പഠിത്തം കേട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒരു 10 മിനിറ്റ് ഇരുന്ന് ഇതെല്ലാം കൂടെ ഒന്ന് അതിന്റെ സമ്മറി എഴുതുമല്ലോ. അത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ വിളിച്ചിരുത്തി ഒന്ന് പറഞ്ഞു കൊടുക്കണം. അല്ല, അത് പ്രയോജനമുണ്ട്. ഈവൻ നമ്മുടെ ഫുൾ ഫാമിലി ആണല്ലോ സ്പീക്കറിലല്ലേ നമ്മൾ ഇവിടെ കേൾക്കുന്നതിന്റെ അനുസരിച്ച് ഒരു വേർഡെങ്കിലും അവരെല്ലാം വെരി ഗുഡ്, വെരി ഗുഡ്. അവർക്ക് കിട്ടുന്നെങ്കിൽ നല്ലത്. ഇല്ല, ഒറ്റയ്ക്കിരുന്ന കേൾക്കുന്നെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കേൾക്കുന്നവരാണ്. ഒരാളെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരോടും കൂടെ പറയുന്നത്. ഇല്ല, ഇത് ഒരു എക്സാമ്പിൾ. നിങ്ങൾക്ക് കിട്ടുന്ന ഈ 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 ഹവറിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് നിങ്ങൾ വേദപുസ്തകം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. അതൊരു വീട്ടിലെ സഭ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അങ്ങനെ വരുമ്പോൾ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. റീസെന്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ ഉള്ളത്, ഈ ഇടയ്ക്കൊരു കമ്മ്യൂണിക്കലിന് പോയപ്പോ അതില് യങ്ങായിട്ടുള്ള ഒരു പിന്നെ ഒരു പിന്നെ അവളുടെ കൊച്ചു 2-3 പിള്ളേര്. അപ്പം അവർ 6-7 വയസ്സേ ഉള്ളൂ. പക്ഷെ അവര് പള്ളിയില് ഷമ്മാശൻ അതിനെക്കുറിച്ച് മെസ്സേജ് കൊടുത്തപ്പം മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നായിരുന്നു. അപ്പം ആദ്യം 6 വയസ്സുള്ള മോള് പിന്നെ അമ്മയോട് പറയാ, മമ്മി that's your Bible portion, കാരണം വീട്ടിൽ അവരെല്ലാം കേൾക്കുന്നുണ്ടല്ലോ പഠിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ആ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടാ മതി. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് വർക്ക് ഫോർ ദ ബെസ്റ്റ്. മറ്റേത് ലെവിറ്റിക്കസ് 8-ാം അധ്യായത്തിലാണ് 8-9 ഒക്കെയാ പറയുന്നത്. Then he placed the turban on the Aaron's head എന്നൊക്കെ. പിന്നെ അത് തന്നെ എക്സഡസില് 28-ലുണ്ട്. എക്സഡസ് 28-ല് പറയുന്നുണ്ട്. ഞാൻ വായിക്കാതെ, I will just read it. പറയുന്നത്, these are the garments that they shall make: a breastplate, an ephod, a full-length robe, a skillful woven tunic with a fringe, a turban, and a sash. So they shall make holy garments for Aaron your brother and his sons, so that they shall minister to me as priests. They shall take the gold, blue, purple, and scarlet fabric and the fine linen, and they shall make the ephod of fine spun linen, the woven work of a designer. These 2 parts of the ephod shall be joined together, attached to their 2 hems. The woven joining of the ephod, which is in it, pure gold and pure and blue, purple, and scarlet fabric and fine woven linen. ഓക്കെ, മതി. അപ്പൊ അങ്ങനെ താഴോട്ട് പറയാം. അപ്പൊ എഫോദ് എന്ന് പറയുന്നത് അവരിങ്ങനെ 2 ചുമലക്കണ്ടങ്ങളിലായിട്ട് ഇട്ടിരുന്നതാണ്. നമ്മളതിനെ ഉപയോഗിക്കുന്ന ശമാശന്മാര് ഉപയോഗിക്കുന്നതായ നീളത്തിലുള്ള ഒരു ചിത്രത്തയ്യലുള്ള ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അച്ഛന്മാരാകുമ്പോഴത്തേന് അത് കഴുത്തേ കൂട്ടിടും, അല്ലേ? കണ്ടിട്ടുണ്ട്. ഹെമിനിക്ക എന്ന് നമ്മൾ പറയുന്നു അച്ഛന്മാർക്ക്. അപ്പം ഇതെല്ലാം അത് വിശദീകരിക്കാൻ പോയ ഓരോന്നിനും വിശദീകരണങ്ങൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്ന മുടി എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ താഴോട്ട് അടുത്ത അധ്യായം വായിക്കുന്ന സമയത്ത് അവിടെ നമ്മള് ദൈവത്തിന് വിശുദ്ധം എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയിരിക്കണം, ആ ഒരു പ്ലേറ്റ് ആയിരിക്കണം എന്ന് വായിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്തത് വേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചോ? നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളെ പറ്റിയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആണ്, പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ. അറിയാമെങ്കിൽ. അച്ഛാ, ആദ്യത്തെ ഒരു സെക്കൻഡ് അത് പറഞ്ഞോട്ടെ, കേക്കാവോ? യെസ് പ്ലീസ്. അച്ഛാ, ഇത് അടുത്ത ബുക്ക്, ഈ ബുക്ക് തീർന്ന അടുത്ത ബുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് ആദ്യം നമ്മള് ഒരു സമ്മറി എല്ലാം കൂടെ എഴുതി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് DOCയുടെ ആദ്യത്തെ ക്ലാസ്സിൽ. അതിന്റെ ഓരോന്നിന്റെ ടോപ്പില് ഒരു നീല അക്ഷരത്തിൽ എഴുതിയേക്കുന്നതിലും മലയാളത്തിലും ഇംഗ്ലീഷിലും അത് ലിങ്ക് ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുക്ക് കിട്ടിക്കോളും. That much easy. Thank you, sir.
അച്ഛാ അത് ഇറങ്ങിക്കോട്ടെ. താങ്ക് യു അച്ഛാ. ആ കഴിഞ്ഞോ? ഈ ബുക്ക് കഴിഞ്ഞു. ഈ ബുക്കിന്റെ ഉള്ളവരോട് ഞാൻ പറയാം, ഈ ബുക്കിന്റെ സമ്മറി നമുക്കൊരു 3 ആഴ്ച എന്നാണ് നമ്മൾ നോർമലി പറയുന്നത്. 3 ആഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഓഗസ്റ്റ് ഒരു 10-11 തീയതി. ഒന്നുകൂടി ചോദിച്ചോട്ടെ, ആ ലാസ്റ്റ് കിടക്കുന്ന എക്സസൈസ് മാത്രം ചെയ്താൽ പോരെ? അല്ല, ഇത് നമ്മൾ സമ്മറി എഴുതുന്നത്. അപ്പൊ എക്സസൈസ് ചെയ്യണ്ടേ? എക്സസൈസ് അല്ല, അത് അല്ല എഴുതുന്നത്. നമ്മൾ സമ്മറി മൊത്തം ബുക്കിന്റെ നമ്മളൊരു എല്ലാ യൂണിറ്റിനും 2 പേജ് വെച്ച് ഉള്ള ഒരു സമ്മറി എഴുതും. നമ്മുടെ വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഔട്ട് ഓഫ് ദി ബുക്ക്, ഔട്ട് ഓഫ് ഓരോ ലെസണിലും അല്ലേ? അങ്ങനെയാണോ? അല്ല, ഓരോ യൂണിറ്റിന് 2 പേജ്. ഞാൻ അതിന്റെ ഒരു നമ്മുടെ ഔട്ട്ലൈൻ, POCയുടെ ഔട്ട്ലൈൻ, സെയിം ഔട്ട്ലൈൻ ഇതിനകത്തുണ്ട്. ഞാൻ അതൊന്ന് അയച്ചു തരാം, ഈ ലിങ്ക്. അപ്പൊ അതിനകത്ത് ഞാൻ ഓൾറെഡി ഈ എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ചോദിച്ചത്. ജേക്കബ് കോശി ഇത് ചെയ്തല്ലേ, POC ചെയ്തല്ലേ? ചെയ്താ. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്ത അതേ രീതി തന്നെ നമ്മൾ ചോദ്യോത്തരം എഴുതുക എന്നുള്ളതല്ല ഇതിന്റെ. അത് ചെയ്തിട്ട് 10-20 വർഷമായിച്ചാ. വർഷമായോ? ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. നമ്മളപ്പോ അതിന്റെ ഒരു സമ്മറിയാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ, ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നതിന് പ്രയാസമൊന്നുമില്ല, പക്ഷെ സമ്മറി വേണം. ഓക്കെ, ഷുവർ. ഞാൻ അതിന്റെ സമ്മറിയുടെ ഡീറ്റെയിൽസ് ഒരു ഗൂഗിൾ ഇതാണ് ഡോക്കിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. POCക്ക് വേണ്ടി ആണെങ്കിലും ഇറ്റ് ഈസ് റെലവെന്റ് ടു ദിസ് ആസ്പെക്ട്. അതുപോലെ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് ഏതായാലും ഓക്കെ ആണ്. എനിക്ക് നമുക്ക് ദാറ്റ് ഇസ് ഫൈൻ. ഒത്തിരി പേർക്ക് ഇംഗ്ലീഷാണ് ഇച്ചിരി എളുപ്പം എഴുതാൻ. അതുമല്ലാതെ ഇപ്പൊ വേർഡില് സോഫ്റ്റ് കോപ്പി എഴുതുവാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു റൈറ്റ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ഓഫ് ദി അവൈലബിലിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ. സോ ഇറ്റ്സ് ഓപ്പൺ ടു യു. കഴിഞ്ഞല്ലോ അല്ലേ? താങ്ക് യു. റെഫറൻസ് വേണമെങ്കിൽ ഞാൻ ഈ മുടിയുടെ കാര്യം പറഞ്ഞത് എക്സോഡസ് 28:4, എക്സോഡസ് 28:37, എക്സോഡസ് 28:39, എക്സോഡസ് 29:6, എക്സോഡസ് 39:28, എക്സോഡസ് 39:31, ലെവിറ്റിക്കസ് 8:9, ലെവിറ്റിക്കസ് 16:4. ഇത്ര ഭാഗങ്ങൾ നോക്കിയാൽ മതി. ശുദ്ധമുള്ള ഭാവ അശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങൾ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ഞങ്ങളുടെ സ്ലീപായ ഞങ്ങളെ മറച്ചുകൊള്ളണം. ശുദ്ധമുള്ള റുഹ ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, നേരൊക്കലും കാലമൊക്കെ എല്ലാ സമയത്തും വന്നേക്കും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ആമേൻ. തീർത്തുള്ള പരിശുദ്ധാത്മാവാം ദൈവമേ, സംസർവവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും ദിവ്യബോധനത്തിന്റെ DOC കോഴ്സിന്റെ മേലും കർത്താവെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു എവരിവൺ. എത്രയും പെട്ടെന്ന് തന്നെ സമ്മറി എഴുതുക. അടുത്ത ബുക്ക് നമുക്ക് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. അടുത്ത ബുക്ക് സെക്കൻഡ് ബുക്ക് വന്നോ നേരെ? അതെ, ആ ബുക്കിന്റെ ലിങ്ക് കൂടി ഞാൻ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് അയച്ചിട്ടുണ്ട് ഇപ്പോഴും. ഓക്കെ, താങ്ക്സ്. താങ്ക് യു അച്ഛാ. താങ്ക്സ് അലക്സ്. താങ്ക് യു. ബൈ.